ഹോം ടു ഹോമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ വലിയ എക്സിബിഷൻ ഹാളിനകത്തുകൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. നമ്മൾ ഈ തമാശയ്ക്കോ ദേഷ്യപ്പെടുമ്പോഴുമൊക്കെ നമ്മൾ ചില ആളുകളോട് നമ്മൾ പറയാറുണ്ട്, അധികം കളിച്ചാൽ നിന്നെ ഞാൻ ഭിത്തിയിൽ ഒട്ടിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതൊരു കട്ടിൽ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ സൂക്ഷ്മമായിട്ട് അതിനെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ കട്ടിൽ വളരെ രസകരമായിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കട്ടിലാണ്. എപ്കോയാണ് ഈ കട്ടിലിനെ ഈ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കട്ടിൽ ഡബിൾ കോട്ടുമുണ്ട്, സിംഗിൾ കോട്ടുമുണ്ട്. ഇത് ഭിത്തിയിൽ പ്രസ് ചെയ്ത് നമുക്ക് അവിടെ വയ്ക്കാം. അത് ഭിത്തിയിൽ ഇരിക്കുന്ന സമയത്ത് അത്രയും ഏരിയ നമുക്ക് വളരെ ഉപയോഗപ്രദമാക്കി ഉപയോഗിക്കാൻ പറ്റും. അതേസമയം ആ കട്ടിലിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ കോട്ട് കട്ടിലായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ സിംഗിൾ കോട്ടിനുള്ള പ്രൊവിഷനും അവിടെയുണ്ട്. സിംഗിൾ കോട്ട് കട്ടിലായി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട് കട്ടിൽ ഉപയോഗിക്കാം. ഡബിൾ കോട്ട് കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട് കട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിനെ കൂടുതൽ നമ്മൾ പഠനത്തിൽ വിധേയമാക്കുമ്പോൾ ഇത് MFF എന്ന് പറയുന്ന മൾട്ടി ഫങ്ഷണൽ ഫർണിച്ചർ, അതായത് ആകമാനം വളരെയധികം ട്രെൻഡിങ് ആയിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണത് മൾട്ടി ഫങ്ഷണൽ ഫർണിച്ചർ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കൂടുന്നില്ല, ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് യാതൊരു കാരണവശാലും നമ്മളുടെ സ്പേസ് കൂടുന്നില്ല. അപ്പോൾ ഉള്ള സ്പേസിനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു സാധാരണക്കാരന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മിനിമം പരിമിതമായ സൗകര്യങ്ങളെ എങ്ങനെ പരമാവധി വർദ്ധിപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളും ഒക്കെ അവർക്ക് അവരുടെ മിനിമം സൗകര്യങ്ങളെ എങ്ങനെ പരമാവധി ഉപയോഗപ്രദമാക്കാം എന്നുള്ളതിൻ്റെ റിസർച്ച് ലോകമെങ്ങും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്പേസ് യൂട്ടിലൈസേഷൻ, സ്പേസ് സേവിങ് ഫർണിച്ചറുകൾ ഈ വിപണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വീടിന് നമുക്ക് സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് സെഗ്മെൻറ്റിൽ പലരും ഒരു അഡീഷണൽ ബെഡ്റൂം എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവരത് പറയുന്നത് അത് ശരിക്കും ഒരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ളതാണ്. പക്ഷേ ഒരു ഗസ്റ്റ് എപ്പോഴെങ്കിലും എത്താൻ സാധ്യതയുള്ള ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിനെ അത് ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് ഇത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ഭിത്തിയിൽ നമ്മൾ ഈ ഒരു കട്ടിലിനെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അതിനെ അൺഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്തിട്ട് അതൊരു കിടക്കയാക്കി മാറ്റാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ബെഡ്റൂം തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ ഒരു ഫർണിച്ചറിനെ നമ്മൾ നമ്മുടെ വീടിനകത്ത് പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ചെയ്താൽ. അതേപോലെ തന്നെ മിനിമം ജീവിത സൗകര്യങ്ങളിൽ ലളിതമായിട്ട് എന്നാൽ ബഡ്ജറ്റിന് ഇണങ്ങുന്ന, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വലിയൊരു ഏരിയ കൺസ്യൂം ചെയ്യാനുള്ള പ്രായോഗികമായ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസുകൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലുള്ള ഫർണിച്ചേഴ്സുകൾ വളരെ ഉപകാരപ്രദമാകും. ഇനി പുതിയ വീടുകൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ വീട് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള സ്പേസ് മാത്രം എടുത്ത് അതിനകത്ത് ഇതുപോലുള്ള ഫർണിച്ചറുകളെ അപ്ലൈ ചെയ്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണകരമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എല്ലാ അപ്ഡേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.